+1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ച് വേണമെന്ന് ശുപാർശ. വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച കമ്മിറ്റിയുടേതാണ് ശുപാർശ. സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിക്കണമെന്ന് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രിയോട് കൂടിയാലോചിച്ച ശേഷമായിരിക്കും ബാച്ചുകളുടെ എണ്ണം നിശ്ചയിക്കുക. റിനു ശ്രീധറുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി സജീവമായി ഉന്നയിച്ചത് റിപ്പോർട്ടറാണ്. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നിരന്തര ആവശ്യം പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരമായി ഉയർത്തി. വിഷയത്തിൽ ഉടനീളം ദുർവാശി തുടർന്ന സർക്കാർ പഠിക്കാൻ സമിതിയെ നിയോഗിച്ചത് ആ ഘട്ടത്തിലാണ്. ആ കമ്മിറ്റിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം വാദം തള്ളി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയാണിപ്പോൾ. തീർച്ചയായും ബിനിൽ, നമുക്കറിയാം മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം. റിപ്പോർട്ടർ TV ഇത് കൃത്യമായി തന്നെ പ്രേക്ഷകരിൽ എത്തിക്കുകയും ഉടനീളം വിദ്യാർത്ഥികൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിലാണ് വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേരിട്ട് തന്നെ ചർച്ച നടത്തിയത്. ഈ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു 2 അംഗ സമിതിയെ തീരുമാനിക്കുകയും കൃത്യമായി തന്നെ ഈ കാര്യം പഠിച്ച് ഈ 5-ാം തീയതിക്ക് മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കുവാനും ഒരു നിർദ്ദേശം നൽകിയിരുന്നത്. തുടർന്നാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വാദം പോലും തള്ളി മലബാറിൽ അധിക ബാച്ച് അനുവദിക്കണമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അത് സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കണം എന്നുള്ളൊരു ശുപാർശയും ഈ സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതി തേടി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച്. ഈ വരുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം അത്തരമൊരു തീരുമാനം പറയും എന്നുള്ളതാണ്. ഏത് രീതിയിലായിരിക്കും ബാച്ച് ക്രമീകരിക്കേണ്ടത്, അധിക സീറ്റ് ഏത് തരത്തിലായിരിക്കും എന്നതടക്കം സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും. സംസ്ഥാന സർക്കാരിനെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും മലബാർ മേഖലകളിൽ നിന്ന് കടുത്ത പ്രതിഷേധം. പക്ഷേ സീറ്റ് കൃത്യമായുണ്ട്, എല്ലാ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുമെന്ന് പറയുമ്പോഴും ഇപ്പോഴും സീറ്റ് ലഭിക്കാതെ നിൽക്കുന്ന +A വാങ്ങിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് സത്യം. ആ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിനെ തള്ളി വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നിയമിച്ച ഒരു സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ബിനിൽ.